ക്രിസ്മസിനൊക്കെ വരുമ്പോണ്ടല്ല എന്തെങ്കിലും ഒരു വെറൈറ്റി കൈ പിടിക്കണ്ടേ? അതാട്ടെ ഇത്രയും നേരം വൈകിയിരിക്കുന്നത്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയതാ വരുവേ ഐറ്റം കയ്യോരോട് തന്നെ പിടിച്ചോളൂട്ടാ. കണ്ടാൽ തന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്നാലും ഞാൻ പറയാ, പിടിച്ചോ. ലോഫ് പാൻ ബാസ്ക് ബേൺ ചീസ് കേക്ക്. ഇതിനെപ്പറ്റി ഞാൻ വളരെ കൂടുതലായിട്ട് അങ്ങനെ പറയണമെന്നില്ല, നേരെ റെസിപ്പിയിലോട്ടാണ് കിടക്കുന്നത്. അതിന് ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മളെ ക്രീം ചീസ് ഇല്ലേ, അതൊരു 180 ഗ്രാമായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം നന്നായിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് അങ്ങനെ സോഫ്റ്റ് ആയി വരണവരെ നല്ലോണം നാട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തോ. ഈ പഞ്ചസാര ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങനെ മെൽറ്റ് ആയിട്ട് വരണം കേട്ടാ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കോഴിമുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ല 1/4 കപ്പോളം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഏതെങ്കിലും ഒരു ക്രീം ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്തോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ല 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയോടെ ചേർത്തിട്ട് ഇനി ബീറ്റ് ചെയ്യേണ്ട, നമ്മളുടെ ഈ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്നങ്ങോട്ട് എടുത്താൽ മതി. ചിലപ്പോൾ ഈ മൈദപ്പൊടി ഒന്നങ്ങോട്ട് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം ആരോടും പറയാണ്ട് ഒന്നങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്തോളൂ കേട്ടോ. ഞാനൊന്നങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പിടിച്ച കട്ട പോകാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തതാ. ഇനി നമ്മുടെ കേക്ക് ട്രേ ഒക്കെ റെഡിയാക്കിക്കോ. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഞാൻ എയർ ഫ്രയറിലാട്ടോ ബേക്ക് ചെയ്തെടുക്കണേ. ആദ്യം 140 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഞാനിത് മൂടി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ബേക്ക് ചെയ്തെടുത്ത്. അതിന് ശേഷം ആ മൂടി അങ്ങോട്ട് മാറ്റിയിട്ട് 170 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ആദ്യം വെച്ച് എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ആ ഒരു ബേൺഡ് കളർ വന്നിട്ടില്ല എങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ വെച്ചോളൂ കേട്ടോ. ചൂടൊക്കെ ആറി കഴിയുമ്പോഴല്ലേ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ അങ്ങോട്ട് കുഴിഞ്ഞു വരും. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തണുപ്പിച്ചിട്ട് വരട്ടെ.